ഈ രാഹുൽ പോലീസിനെ കുഴയ്ക്കുകയാണ്. പീഡനക്കേസ് പ്രതി എന്നൊക്കെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അദ്ദേഹം ഈ കേരളമൊക്കെ വിട്ടെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുകയാണ്. പോലീസ് പറയുന്നത് കർണാടകയിലോ തെലുങ്കാനയിലോ ഒക്കെ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. പാപം, അവർ പെടാപ്പാട് പെടുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ രാഹുലിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ CCTV ഉള്ള റോഡുകളൊക്കെ ഒഴിവാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്ര എന്നാണ് പോലീസിന്റെ നിഗമനം. പാലക്കാട്ടെ കണ്ണാടിയിൽ നിന്നും രാഹുൽ മുങ്ങിയിരിക്കുകയാണ്. കോയമ്പത്തൂർ വഴി രാഹുൽ കർണാടകയിൽ എത്തുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ തെലുങ്കാനയിലേക്ക് കടന്നിരിക്കാം. കോൺഗ്രസ് സർക്കാരുള്ള സംസ്ഥാനങ്ങളിൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് കേരള പോലീസ് എത്തിച്ചേരുന്നത്. പിണറായിയുടെ വല്ലാത്ത ഗതികേടാണ് ഇതെന്ന് പറയാം. കാരണം MLA ഒളിവ് ജീവിതം പിണറായിയുടെ പോലീസിന് തന്നെ വലിയ നാണക്കേടായിരിക്കുകയാണെന്ന് പറയുന്നിരിക്കുന്നു. രാഹുൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരുമായിട്ടും ഫോണിൽ ബന്ധപ്പെടുന്നില്ല. കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിന് ഭരണമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയപ്പെടുന്ന അസാധ്യമാണ്. കോയമ്പത്തൂരിൽ നിന്നും രാഹുൽ മാറിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. CCTV ഉള്ള റോഡുകൾ ഒഴിവാക്കി രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വിട്ടത് എന്നാണ് അറിയാൻ കഴിയുക. അപ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള സൂചനകളടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. അതിനിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പോലീസ് നാടകമാണ് നടക്കുന്നത് എന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പാലക്കാട്ടെ കണ്ണാടിയിൽ നിന്നും ചുവന്ന ഒരു പോളോ കാറിൽ മുങ്ങി എന്നാണ് പോലീസ് നിഗമനം വയ്ക്കുന്നത്. എല്ലാം പോകുന്നതെന്നൊക്കെ പോലീസ് അറിയുന്നുണ്ട്. പക്ഷെ എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം പോലീസ് അറിയുന്നില്ല എന്നതാണ്. ഈ വരുന്ന ബുധനാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നാളെയുമായിട്ട് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമം മാത്രമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഒപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തും രണ്ടാം പ്രതിയുമായുള്ള ജോബിയെ കണ്ടെത്തുവാനും ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. പക്ഷെ അതുപോലും പോലീസ് നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ യുവതിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വലിയ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചു. പരാതിക്കാരിയായിട്ടുള്ള യുവതി ഫ്ളാറ്റിലെത്തിയ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി റൂമിലൊക്കെ പോയി പോലീസ് വലിയ പരിശോധനയൊക്കെ നടത്തിയതെന്നാണ് വിവരം. എന്നാൽ പോലീസിന് ആ ദൃശ്യങ്ങളൊന്നും CCTV ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ചും രാഹുൽ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരിയുടെ മൊഴിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് എത്തിയത്. എന്നാൽ യുവതി പരാതിയിൽ പറയുന്ന കാലയളവിലെ ദൃശ്യങ്ങൾ ഇവിടെ ലഭ്യമല്ല. അത്രയും കാലം മുൻപത്തെ ദൃശ്യം DVR-ൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇനി നടക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവ ബാക്കപ്പ് ചെയ്തെടുക്കുവാനുള്ള ശ്രമം പോലീസ് ചിലപ്പോൾ നടത്തിയേക്കാം. ഫ്ളാറ്റിന് സമീപത്തെ CCTV-കളുടെ ദൃശ്യങ്ങൾ അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈ രാഹുല് കോയമ്പത്തൂരില് ഒളിച്ചു കഴിയുന്നതായിട്ടുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ഇതും ഇപ്പോൾ വെറുതെ ആയിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണത്തിനെതിരെ ഓരോ ജില്ലയിലും കേസെടുക്കാൻ ADGP H. വെങ്കടേഷിന്റെ ഒരു നിർദ്ദേശം പുറത്തു വന്നപ്പോൾ പലരും അകത്താകുന്നുണ്ട്. അതായത് പുറത്തുവിട്ട ചിത്രങ്ങൾ പലത് വിവാദമായതോടുകൂടിയും ഒപ്പം തന്നെ പോസ്റ്റ് ഇട്ടവർ അടക്കം ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർ അടക്കം ഇപ്പോൾ ആ പോസ്റ്റുകളൊക്കെ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ചില വിവരങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളടക്കം വിവാദമായപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം അകത്തായി. മാങ്കൂട്ടത്തിൽ MLA പിടികൂടാൻ വേണ്ടി പോലീസ് അന്വേഷണം ഓരോ ജില്ലകളിലേക്കും ഊർജിതമാക്കിയിരിക്കുകയാണ്. രാഹുലുമായിട്ട് ബന്ധമുള്ള ചിലരെ അടക്കം പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ചോദ്യം ചെയ്യലിനായിട്ട് ഇവർക്കൊക്കെ നോട്ടീസ് നൽകി കഴിഞ്ഞു. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുന്നു. ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്ന നിയമോപദേശം പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള അരിച്ചു പറക്കൽ നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലും രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേസന്വേഷണത്തിനായിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക ഒരു സംഘം തന്നെ ഉണ്ടാക്കുന്നു. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായിട്ട് ഓരോരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനൊപ്പം കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ജോബി ജോസഫ്, ഇപ്പൊ ജോബി ജോസഫിനാണുള്ള തിരച്ചിലടക്കം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെയൊക്കെ വ്യാപകമായിട്ടുള്ള പോലീസിന്റെ പരിശോധന. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ ഉൾപ്പെടെ പരിശോധന നടന്നു. പക്ഷെ ഒരിടത്ത് നിന്നും ഒരു തുമ്പും
ഒരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാഹുലിനെ തപ്പി നമ്മുടെ പോലീസ് ഇന്ത്യ മുഴുവൻ മിക്കവാറും നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുല് ചിലപ്പോൾ ഈ കേരളത്തിൽ തിരുവനന്തപുരത്തോ പാലക്കാടോ പത്തനംതിട്ടയോ തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ് ഒരു പ്രത്യേകത. കാരണം അവർ പിടിക്കില്ല. കാരണം ഈ വരുന്ന 9-ാം തീയതി, ഡിസംബർ മാസം 9-ാം തീയതി ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. അപ്പോൾ ആ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 9-ാം തീയതിയും 11-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 9-ാം തീയതിയും 11-ാം തീയതിയും കഴിഞ്ഞിട്ട് മാത്രമേ ഇനി അഥവാ ഒരു വലിയ അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന സംഭവത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുള്ളൂ. അതുവരെ ഈ കള്ളനും പോലീസും കളി തുടർന്നുകൊണ്ടേയിരിക്കും. അത് പോലീസ് മന്ത്രിയും പോലീസുകാരും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. അതിന് പിന്നിൽ പിണറായി വിജയന്റെ പാർട്ടിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഇത് രണ്ടും നടക്കാനുള്ള സാധ്യതയില്ല. നാളെ ചൊവ്വാഴ്ച, അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ സാഹചര്യത്തിൽ അറസ്റ്റ് ഒരു നാടകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു മൈലേജ് വർധന എന്തായാലും CPM ഇഷ്ടപ്പെടുന്നില്ല. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ഇഷ്ടപ്പെടുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു നേതാവിനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ശവക്കുഴി തോണ്ടി അതിനകത്ത് അടക്കം ചെയ്യുക എന്നുള്ളതാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉദ്ദേശമെന്ന് പറയപ്പെടുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ, അതുപോലുള്ള പല നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ എങ്ങനെയെങ്കിലും വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ സദാചാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ തൊലി ഇളകിപ്പോവും. മറന്നു കാണില്ല ഈ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ രാത്രികാലത്തെ DYFIക്കാർ കുത്തിനു പിടിച്ചെടുത്ത ദിവസങ്ങളെ കുറിച്ച് ഓർത്താൽ മതിയാകും സദാചാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെ തന്നെയാണല്ലോ താങ്കളും ചെയ്തത് എന്ന് ഒരിക്കൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും ഞാൻ പറയുന്നത്, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു വിഭാഗവും CPM-നകത്തെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു സാഹചര്യം രാഹുൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്നുമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ അബദ്ധത്തിന് ഇയാളെ കയ്യിൽ കിട്ടിപ്പോയാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും പോലീസിന്. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിച്ചാൽ എന്തായാലും ഈ വ്യാപകമായിട്ടുള്ള പരിശോധന എന്ന് പറയപ്പെടുന്ന നാടകം കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ചിലപ്പോൾ കീഴടങ്ങിയേക്കും, അല്ലെങ്കിൽ സ്വയം അദ്ദേഹം ഈ പോലീസിന് മുമ്പിൽ ചെന്ന് പെട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക.